തിരുവള്ളൂർ ജില്ലയിലെ തിരുത്താണി താലൂക്കിലുള്ള കാവേരി രാജപുരത്താണ് കർണാടക ചീഫ് ജസ്റ്റിസ് പി ഡി ദിനകരന്റെ അനധികൃത സ്വത്ത് സമ്പാദ്യം. അവിടുത്തെ ബാലാജി നഗർ എന്നു പേരുള്ള റോഡിന് ഇപ്പോൾ നീതി അർജർ ദിനകരൻ ചാലെ എന്നുകൂടി പേരിട്ടിട്ടുണ്ട്. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്നതാണ് ജസ്റ്റിസിന്റെ ഇവിടുത്തെ ഭൂസമ്പാദ്യം. 20 വർഷം മുമ്പ് 75 ഏക്കർ ഭൂമി വാങ്ങിയ ജസ്റ്റിസ് ദിനകരന് ഇപ്പോഴിവിടെ 500 ഏക്കറോളം ഭൂമിയാണ് സ്വന്തമായുള്ളത്. கிட்டத்தட்ட ஒரு 500 ஏக்கராவுக்கு மேய்ச்சக்கால் நிலம், அனாதை புறம்போக்கு, பிஎல் நிலம், புலன் நீக்கப்பட்ட புறம்போக்கு, இப்படிப்பட்ட ஏராளமான புறம்போக்கு நிலத்தை 2 ஏரிகள் 2 குளம் இந்த நிலங்கள்லாம் அவர் சேர்த்து நிலத்தோடு சேர்த்துன்னு இருக்கார். കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ഭൂമി മുഴുവൻ കമ്പിവേലി കെട്ടി തിരിച്ചാണ് അദ്ദേഹം പരിപാലിക്കുന്നത്. അതിൽ പലയിടത്തും അദ്ദേഹം മാവിൻ തൈകളും മറ്റു ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കയ്യേറ്റം വിവാദമായതിനെ തുടർന്ന് തഹസിൽദാരും വില്ലേജ് ഓഫീസറുമൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനം മുള്ളുകൾ വെട്ടിയിട്ട് തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ. ഈ കാണുന്നതിലും എത്രയോ അധികമാണ് ജസ്റ്റിസ് ദിനകരന്റെ ഭൂമി കയ്യേറ്റം. സാധാരണക്കാരന് നീതിയും ന്യായവും ഉറപ്പുവരുത്തേണ്ട ഒരു ന്യായാധിപൻ തന്നെയാണ് സർക്കാരിന്റെ ഭൂമി കയ്യേറിയിരിക്കുന്നതാണ് ഏറെ വിചിത്രം. തിരുവള്ളൂരിലെ കാവേരി രാജപുരത്ത് നിന്ന് ക്യാമറമാൻ മനോജ് പേരാമ്പ്രയോടൊപ്പം ജി പ്രസാദ് കുമാർ, അമൃത ന്യൂസ്.